ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ നിത്യയെ ദേവദാസ് ഡോക്ടറെ പരിശോധിക്കാൻ തുടങ്ങുമ്പോൾ ജീവൻ വല്ലാതെ അസ്വസ്ഥനാകുന്നു. ദേവദാസ് ഡോക്ടർ നിത്യയുടെ ചെസ്റ്റില് തന്റെ സ്റ്റെതസ്കോപ്പ് വെച്ച് ഹൃദയമിടിപ്പ് പരിശോധിക്കുമ്പോൾ നിത്യയുടെ തോളിൽ ദേവദാസ് കൈവച്ചതോടെ ജീവന്റെ സമനില തെറ്റി. ജീവൻ ആ ടേബിളിന് മുകളിലിരുന്ന ആ വെയിറ്റ് ലിസ്റ്റ് തന്റെ കയ്യിലെടുത്ത് കറക്കുമ്പോൾ പെട്ടെന്ന് അത് കയ്യിൽ നിന്ന് താഴേക്ക് വീഴുന്നു. ആ ശബ്ദം കേട്ട് ഡോക്ടറും ഒപ്പമുണ്ടായിരുന്ന സുജാതയും നിത്യയും ആശങ്കയോടെ നോക്കി. ഉടനെ താഴെ വീണുപോയ ആ പേപ്പർ ലിസ്റ്റ് താൻ എടുത്തു വെച്ചോളാം എന്നുള്ള രീതിയിൽ സോറി ഡോക്ടർ എന്ന് വിളിച്ച് ജീവൻ അത് നിലത്ത് വീണത് പതുക്കെ എടുത്ത് ആ ടേബിളിന് മുകളിലേക്ക് വെച്ചു. എന്നിട്ട് സുജാതയെ നോക്കിയിട്ട് പറഞ്ഞു, അമ്മേ ഞാൻ പുറത്തിരിക്കാം. അത് കേട്ട ഉടനെ ഡോക്ടർ ചോദിച്ചു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോഴേക്കും ഒരു കുഴപ്പമില്ല ഡോക്ടർ എന്ന് പറഞ്ഞ് ജീവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോ നിത്യക്ക് ആകെ സംശയമായി. എന്തായിരിക്കാം ജീവൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന ആശങ്ക കൂടി. തന്നോട് ആരെങ്കിലും അടുത്തിടപഴകുന്നത് ജീവൻ ഇഷ്ടമല്ല എന്ന കാര്യം മനസ്സിലാക്കിയ നിത്യ ജീവന്റെ പെരുമാറ്റ രീതികളിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത് നാൾ മുതൽ പലതും താൻ തിരിച്ചറിഞ്ഞത് മുതലുള്ള ആശങ്ക നിത്യയുടെ മുഖത്ത് നിഴലിച്ചു. ജീവൻ പുറത്തേക്ക് ഇറങ്ങിയതും ഡോക്ടറോട് സുജാത പരിശോധന തുടർന്നോളാനായി അറിയിക്കുന്നു. ഡോക്ടർ വീണ്ടും പരിശോധന തുടരുമ്പോ പുറത്തിറങ്ങിയ ജീവന്റെ മനസ്സ് ആകെ ടെൻഷൻ നിറഞ്ഞ് അങ്ങനെ നിന്നു. എത്രയും വേഗം തന്നെ ദേവദാസിനെ തീർക്കുക എന്നതായിരുന്നു ജീവന്റെ മനസ്സിലെ ആഗ്രഹം. ദേവദാസ് നിത്യയെ പരിശോധിക്കുകയും നിത്യയുടെ ദേഹത്ത് ദേവദാസിന്റെ കൈകൾ തൊടുന്നതും ഒക്കെ ജീവൻ ആലോചിച്ചു കൂട്ടി. അങ്ങനെ എന്തായാലും ആ ഡോക്ടറെ താൻ വെറുതെ വിടില്ല എന്ന് മനസ്സിൽ ശബ്ദം എടുത്തുകൊണ്ട് ജീവൻ അങ്ങനെ നിൽക്കുമ്പോഴാണ് അതുവഴി ആ ഹോസ്പിറ്റലിലെ ഒരു അറ്റൻഡർ ജീവന്റെ മുന്നിലൂടെ കടന്നു പോകുന്നത്. അയാളെ കണ്ട ഉടനെ തന്നെ ജീവന്റെ മനസ്സിൽ മറ്റു ചില ഉദ്ദേശങ്ങൾ ഉണ്ടാകുന്നു. ജീവൻ ഉടനെ തന്നെ ആ അറ്റൻഡറുടെ പിന്നാലെ ചെന്നു. അറ്റൻഡർ പുറത്തേക്ക് ഇറങ്ങിയെന്ന് ഉറപ്പായതോടെ പിന്നാലെ എത്തി ജീവൻ അറ്റൻഡറോട് ആ ഡോക്ടറുടെ നമ്പർ അന്വേഷിച്ചു. അറ്റൻഡർ പറഞ്ഞു, അതെ ദേവദാസ് സാറ് ഇപ്പൊ OP-യിലുണ്ടല്ലോ, സാറിനെ നേരിട്ട് പോയി കാണാമല്ലോ എന്ന് പറയുമ്പോൾ അറ്റൻഡറോട് വീണ്ടും ജീവൻ പറഞ്ഞു, അല്ല എനിക്ക് തീർച്ചയായും പേഴ്സണൽ ആയിട്ട് ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ്, സാറിന്റെ പേഴ്സണൽ നമ്പർ ഒന്ന് തരുമോ എന്ന് ജീവൻ വീണ്ടും ആവശ്യപ്പെടുമ്പോ അയാൾ പറഞ്ഞു, അങ്ങനെ സാറിന്റെ പേഴ്സണൽ നമ്പർ ഒന്നും തരാൻ പറ്റില്ല, അതൊന്നും പറ്റുന്ന കാര്യമല്ല, അതുകൊണ്ട് സാറിനെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോ OP-യിൽ തന്നെ ചെന്ന് കാണണം എന്ന് പറഞ്ഞ് അയാൾ പോകാനായി ശ്രമിച്ചു. അപ്പോഴേക്കും ജീവൻ തന്റെ കയ്യിലിരുന്ന ആ നോട്ട് ഇട്ട് ഉടനെ പേഴ്സിൽ നിന്നെടുത്ത് അയാളുടെ നേരെ നീട്ടി. ഇതാ ഇനിയെങ്കിലും ആ നമ്പർ തന്നൂടെ എന്ന് ചോദിച്ചപ്പോ പണം കണ്ടതോടെ അറ്റൻഡർ മൊത്തത്തിൽ ഒന്ന് നോക്കി. ചുറ്റുപാട് ഒന്ന് നോക്കിയതിനു ശേഷം ആരെങ്കിലും താൻ പണം വാങ്ങിക്കുന്നത് കാണുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചിട്ട് CCTV ഫോട്ടോയുടെ മുന്നിലൊന്നും അല്ലല്ലോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് അല്പം മാറി നിന്ന് അയാൾ വേഗം തന്നെ ജീവനോട് ചോദിച്ചു, അല്ല സാർ എനിക്ക് കുഴപ്പമൊന്നും വരില്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചപ്പോ ഇല്ല, താൻ നമ്പർ താ എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ആ പണം വാങ്ങിച്ചിട്ട് അയാൾ തന്റെ മൊബൈലിലുള്ള ദേവദാസിന്റെ പേഴ്സണൽ നമ്പർ ജീവന് പറഞ്ഞു കൊടുക്കണം. ജീവൻ അത് തന്റെ മൊബൈലിൽ ഫീഡ് ചെയ്തതിന് ശേഷം അറ്റൻഡർ എന്നാ ശരി സാർ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. താങ്ക്സ് പറഞ്ഞ് ജീവനും അവിടെ നിന്ന് മാറി. അതിനുശേഷം ജീവൻ താൻ ഉദ്ദേശിച്ച ആ ഒരു പദ്ധതി നടപ്പിലാക്കാനായി വേഗം തന്നെ ദേവദാസിന്റെ ഫോണിലേക്ക് വിളിച്ചു. ദേവദാസ് നിത്യയെ പരിശോധിക്കുന്നതിനിടയിൽ കോള് വന്നത് കണ്ട് വേഗം ഫോൺ അറ്റൻഡ് ചെയ്തു. നിത്യയോടും സുജാതയോടും 1 മിനിറ്റ് എന്ന് പറഞ്ഞ് കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ജീവൻ ദേവദാസിനോട് പറഞ്ഞു, ദേവദാസ് സാർ, ഞാൻ ഇവിടെ കാർഡിയോളജി OT-യിൽ നിന്നാണ് വിളിക്കുന്നത്. സാറ് ഒന്ന് എമർജൻസി ആയി എത്താമോ? ഇവിടെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ ഒരു പേഷ്യന്റിന് അത്യാവശ്യമായിട്ട് സാറിന്റെ ഒരു ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞതും ശരി അതിനെന്താ ഞാൻ ഇപ്പൊ എത്താം എന്ന് പറഞ്ഞ് ദേവദാസ് വേഗം അവിടേക്ക് ചെല്ലാമെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. എന്നിട്ട് സുജാതയോടും നിത്യയോടും പറഞ്ഞു, അതെ ഒരു എമർജൻസി കേസ് കാർഡിയോളജി OT-യിൽ നിന്ന് വിളിച്ചതാ, ഞാൻ ഇപ്പൊ തന്നെ വരാട്ടോ എന്ന് പറഞ്ഞ് വേഗം തന്നെ ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി. ഡോക്ടർ പുറത്തോട്ട് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ജീവൻ ഉടൻ തന്നെ ദേവദാസിനെ വകവരുത്തുന്നതിന് വേണ്ടിയുള്ള പദ്ധതി നടപ്പിലാക്കി കഴിഞ്ഞു. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറി വന്ന ദേവദാസ് അകത്ത് ആരെയും കാണാതായതോടെ ആകെ ടെൻഷനിലായി. അകത്തേക്ക് കയറി വന്നതോടെ മാത്യൂസ് എന്ന കള്ളപ്പേരിൽ വിളിച്ച് ജീവൻ ഡോക്ടറോട് അവിടേക്ക് വരാനായി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അകത്തേക്ക് കയറി വന്ന ഡോക്ടർ മാത്യു എന്ന് ദേവദാസ് വിളിച്ചു. ദേവദാസ് എത്ര വിളിച്ചിട്ടും ആരുടെ ഒരു മറുപടി കേൾക്കാതായതോടെ ഡോക്ടർ മാത്യൂസ് എന്ന് വീണ്ടും വിളിച്ചുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് അവിടെ നിന്ന് ഒരു ട്രോളി നേരെ തന്റെ അരികിലേക്ക് വന്നു. അങ്ങനെ ആ സ്ട്രെച്ചർ തന്റെ ദേഹത്തേക്ക് വന്ന് തട്ടുമ്പോഴാണ് ദേവദാസ് അത് കണ്ടത്. ഉടനെ തന്നെ തന്റെ കാൽമുട്ടിലേക്ക്
ആ സ്ട്രെച്ചർ നേരെ വന്നിടിച്ചതും കാൽമുട്ട് വേദനിച്ചുകൊണ്ട് ദേവദാസ് അല്പം വേദനയോടെ കാല് തിരുമ്മി നിൽക്കുമ്പോൾ വീൽ ചെയറിൽ ഒരാൾ അവിടെ ഇരിക്കുന്നത് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എത്തിയ ആരോ മാസ്കും അവിടുത്തെ ഓപ്പറേഷൻ തിയേറ്ററിലെ ഡ്രസ്സും ഒക്കെ ധരിച്ച് അങ്ങനെ നിൽക്കുന്നത് കണ്ടതോടെ ദേവദാസിന് ആകെ സംശയമായി. ഡോക്ടർ മാത്യൂസ് എന്ന് വിളിക്കുമ്പോൾ ഉടനെ തന്നെ ഡോക്ടറുടെ അരികിലേക്ക് ജീവൻ നടന്നിരുന്നു. ഒരു നിമിഷം ഡോക്ടറുടെ കണ്ണൊന്ന് മാറിയപ്പോ ജീവൻ ഈ വീൽ ചെയറിൽ നിന്ന് വേഗം എഴുന്നേറ്റ് മാറുന്നു. ജീവനെ കാണാറായതോടെ സംശയത്തോടെ അതാരായിരിക്കും എന്ന ആശങ്കയിൽ ഡോക്ടർ അരികിലേക്ക് നടന്നു വന്നു. അപ്പോഴേക്കും ഡോക്ടറുടെ പിന്നാലെ വന്ന് ജീവൻ ഡോക്ടറെ തനിക്ക് അഭിമുഖമായി നിർത്തി. ഭയത്തോടെ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, അതെ ഡോക്ടർ മാത്യൂസ്, ഇവിടെ ഓപ്പറേഷൻ നടന്നിട്ടില്ലല്ലോ, ഇവിടെ പേഷ്യന്റും ഇല്ലല്ലോ എന്ന് ചോദിച്ചപ്പോ അതെ ഓപ്പറേഷൻ നടന്നിട്ടില്ല, എന്നാൽ ഇപ്പോൾ നടക്കും എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന ആ ഓപ്പറേഷൻ ഉപയോഗിക്കുന്ന നൈഫെല്ലാം കയ്യിൽ പിടിച്ചുകൊണ്ട് ഡോക്ടറെ നോക്കി. അപ്പോഴേക്കും ഡോക്ടർ ചോദിച്ചു, അതെ നിങ്ങൾ ആരാ, ഹു ആർ യു എന്ന് ചോദിച്ചതും ജീവൻ ഒന്നും മിണ്ടാതെ ആ കത്തിയും കയ്യിൽ പിടിച്ചുകൊണ്ട് ഡോക്ടറെ തന്നെ നോക്കി. അതിനുശേഷം ദേവദാസ് ഡോക്ടറെ അവിടുത്തെ ആ സ്ട്രെച്ചറിലേക്ക് ദേവദാസ് ഡോക്ടറിന്റെ തല കൊണ്ടുചെന്ന് ഇടിപ്പിക്കുന്നു. അതിനുശേഷം വലിയ വായിലൊരു അലർച്ചയോടെ ഡോക്ടറെ ഏകദേശം ബോധരഹിതനായെന്ന് മനസ്സിലായതോടെ ഡോക്ടറെ എടുത്ത് ആ സ്ട്രെച്ചറിലേക്ക് കിടത്തി. അപ്പോഴേക്കും ഡോക്ടർ തന്റെ തലയ്ക്കേറ്റ ആഘാതത്തിൽ അടിയുടെ ആഘാതത്തിൽ അബോധാവസ്ഥയിലേക്ക് അങ്ങനെ വീണു തുടങ്ങുമ്പോൾ ഡോക്ടറുടെ അരികിലേക്ക് വന്ന് ഡോക്ടറുടെ വായിലാകെ പഞ്ഞു തിരികുകയാണ് ജീവൻ. അപ്പോഴേക്കും ഡോക്ടർക്ക് തന്നെ എന്താ സംഭവിക്കുന്നറിയാതെ ആകെ അബോധാവസ്ഥയിൽ കിടക്കുന്ന ഡോക്ടർ പ്രതികരിക്കാനാകാതെ അങ്ങനെ കിടക്കുമ്പോൾ ഡോക്ടറുടെ ദേഹത്തേക്ക് കയറിയിരുന്ന ജീവൻ ഡോക്ടറുടെ വലത് കൈ എടുത്തു നോക്കി. ഈ കൈ കൊണ്ടല്ലേ നീ സ്ത്രീകളെ പരിശോധിക്കുന്നത്, നീ ഈ കൈ കൊണ്ടല്ലേ സ്ത്രീകളുടെ ദേഹത്ത് തൊടുന്നത്, അല്ലെ ഈ വിരലല്ലേ നീ സ്ത്രീകളുടെ ദേഹത്ത് സ്പർശിക്കുന്നത് എന്ന് ചോദിച്ച് ദേവദാസിന്റെ ഇടത്തെ കൈയിലെ വിരലുകളിലെല്ലാം ഒന്ന് ആ നൈഫ് വെച്ച് ഓടിച്ചു. അതിനുശേഷം അങ്ങനെയുള്ള നിന്റെ ഈ കൈ ഇനി വേണ്ട എന്ന് പറഞ്ഞ് ദേവദാസിന്റെ ആ കൈ സ്ട്രെച്ചറിലേക്ക് വെച്ച് ആ കൈയിലേക്ക് കുത്തി ഇറക്കുകയാണ് നൈഫ്. പല ആവർത്തി ആ നൈഫ് ആ കൈയിലേക്ക് കുത്തുന്നു. അവസാനം വേദന കൊണ്ട് ദേവദാസ് ബോധം കെട്ട് ആ സ്ട്രെച്ചറിൽ അവിടെ കിടന്ന് അബോധാവസ്ഥയിൽ തന്റെ കയ്യിൽ നിന്ന് രക്തം വാർന്ന് അവിടെ കിടക്കുമ്പോൾ ഒന്നും അറിയാത്ത ആളെ പോലെ ആ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് വെളിയിലേക്ക് ജീവൻ മടങ്ങി. പിന്നീട് ദേവദാസിന്റെ OP നടക്കുന്ന ആ റൂമിന് മുന്നിൽ ദേവദാസിന്റെ OP ഉള്ള ആ റൂമിന് മുന്നിൽ തന്നെ കാത്തിരിക്കുകയാണ് ജീവൻ, തനിക്കൊന്നും അറിയാത്ത ഭാവത്തിൽ. എന്നാൽ തന്റെ ലക്ഷ്യം പൂർത്തിയാക്കിയതിന്റെ സന്തോഷത്തിൽ ദേവദാസിനെ താൻ മർദ്ദിച്ചതും ദേവദാസിന് താൻ ശിക്ഷ നൽകിയതുമൊക്കെ മനസ്സിലിട്ട് ആലോചിച്ച് അതിന്റെ സന്തോഷത്തിൽ അങ്ങനെ മുഴുകി ജീവൻ വാതിക്കലിരിക്കുമ്പോൾ പെട്ടെന്ന് ഇത്രയും നേരമായിട്ടും ഡോക്ടറെ കാണാത്തതിന് നിരാശയായി സുജാതയ്ക്കും നിത്യയും. നിത്യ പറഞ്ഞു, എത്ര നേരമായമ്മേ, അല്ല ഡോക്ടർ ഉടനെ വരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോ നമ്മളെ കാത്തിരുന്ന് അവരാകെ മുഷിഞ്ഞിട്ടുണ്ടാകും എന്ന് പറയുമ്പോൾ സുജാത പറഞ്ഞു, സാരമില്ല, എന്തായാലും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോയതല്ലേ, എന്ത് അത്യാവശ്യ കേസ് ഉണ്ടായിട്ട് ഡോക്ടർ ഉടനെ തന്നെ എത്തും എന്ന് നിത്യയെ സമാധാനപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ സുജാത സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു നേഴ്സ് ഡോക്ടറുടെ ക്യാബിനിലേക്ക് കയറി വന്നു. ഡോക്ടറുടെ മറ്റു സാധനങ്ങളെല്ലാം അവിടെ നിന്ന് വേഗം എടുത്തു. ഡോക്ടറുടെ മൊബൈൽ ഫോൺ, പെൻ, ബാഗ് ഇതെല്ലാം വേഗം എടുത്തുകൊണ്ട് നേഴ്സ് പോകാൻ തുടങ്ങുമ്പോൾ സുജാത ചോദിച്ചു, അല്ല ഡോക്ടർ ഉടനെ വരുമെന്നാണല്ലോ പറഞ്ഞത്, ഡോക്ടർ വരില്ലേ എന്ന് ചോദിച്ചപ്പോൾ നേഴ്സ് പറഞ്ഞു, ഇന്നിനി കൺസൾട്ടേഷൻ ഇല്ല, നാളെ വന്നോളൂ കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുജാത പറഞ്ഞു, അല്ല ഞങ്ങളോട് ഉടനെ വരുമെന്നാണല്ലോ സാറ് പറഞ്ഞത്, ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടാ സാറ് പോയത് എന്ന് പറഞ്ഞതും നിങ്ങളോടല്ലേ പറഞ്ഞത്, സാർ ഇന്നിനി വരില്ല, നിങ്ങള് തൽക്കാലം പൊയ്ക്കോളൂ, നാളെ വരൂ എന്ന് പറഞ്ഞ് വേഗം സാറിന്റെ ബാഗും മറ്റു സാധനങ്ങളും എല്ലാം എടുത്തുകൊണ്ട് ആ നേഴ്സ് വേഗം പുറത്തേക്ക് ഇറങ്ങി. എന്താ സംഭവിച്ചെന്നറിയാതെ നിത്യയും സുജാതയും ആകെ ടെൻഷനോടെ ആലോചിച്ചിരുന്നു. അപ്പോഴേക്കും സുജാത പറഞ്ഞു, മോൾ എഴുന്നേറ്റ് വാ, നമുക്ക് പുറത്തേക്ക് പോകാം എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഡോക്ടറുടെ ക്യാബിനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഈ സമയത്ത് അവിടെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് കണ്ണു തുറക്കുന്നതിനായി കാത്തു നിൽക്കുകയാണ് ഹരിയെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ. പതുക്കെ കണ്ണ് തുറന്ന് ഹരി നോക്കുമ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു, ഹരി പേടിക്കണ്ട കേട്ടോ, ഹരി ഇപ്പൊ ഓക്കെയാണ്, ഇപ്പോ വേറെ പ്രശ്നങ്ങളൊന്നും ഹരിക്ക് തോന്നുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ഹരി സംസാരിച്ചു, എനിക്ക് അമ്മാവനെ കാണണം എന്ന് പറഞ്ഞു. ഓ ശരി, അദ്ദേഹം പുറത്തുണ്ട്, അദ്ദേഹത്തെ ഇപ്പൊ വിളിപ്പിക്കുക കേട്ടോ എന്ന് പറഞ്ഞ് ഡോക്ടർ വേഗം പുറത്തേക്ക് ഇറങ്ങുന്നു.
എന്തായാലും വേറെ ഈ പ്രശ്നങ്ങളൊന്നും ഇപ്പൊ ഹരിക്ക് തോന്നുന്നില്ലല്ലോ. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു, ഇനി ഒരു പ്രശ്നവും ഹരിക്ക് ഉണ്ടാവില്ല കേട്ടോ എന്ന് പറഞ്ഞ് ഡോക്ടർ വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങി. പുറത്ത് വിവരം അറിയാനായി കാത്തു നിൽക്കുന്ന അമ്മാവന്റെ അരികിലേക്ക് എത്തി. ഡോക്ടർ പറഞ്ഞു, അതെ അവിടെ ഹരിക്ക് എങ്ങനെയുണ്ട് ഡോക്ടർ എന്ന് ഡോക്ടറോട് വളരെ പ്രതീക്ഷയോടെ അമ്മാവൻ ചോദിക്കുമ്പോ, കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ തന്നെ ഹരി ഓക്കെ ആയിട്ടുണ്ട്, അമ്മാവനെ അന്വേഷിച്ചിട്ടുണ്ട് കേട്ടോ, ഉടനെ തന്നെ അമ്മാവനെ കാണണമെന്ന് ഹരി ആവശ്യപ്പെട്ടു, അമ്മാവന് കയറി കാണാം, പക്ഷെ അധിക നേരമൊന്നും സംസാരിക്കരുത് കേട്ടോ എന്ന് രാമകൃഷ്ണനോട് പറഞ്ഞു. ഇല്ല 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 ഡോക്ടർ, ഞാൻ അങ്ങനെ സംസാരിക്കത്തൊന്നുമില്ല, എനിക്ക് എന്റെ മോനെ കണ്ടാൽ മതി എന്ന് പറഞ്ഞ് വേഗം അമ്മാവൻ അകത്തേക്ക് കയറി. ആ സമയത്ത് അപ്പുറത്ത് നിന്ന് ഒരു ജൂനിയർ ഡോക്ടർ ഓടിയെത്തി ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ അവിടെ ദേവദാസ് സാറിന് ഒരു ആക്സിഡന്റ്, അത് കേട്ടതും ആണോ വരൂ എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ വേഗം ആ ജൂനിയർ ഡോക്ടറോടൊപ്പം അവിടെ നിന്ന് പോകുന്നു. ഈ സമയത്ത് അകത്തേക്ക് കയറി വന്ന അമ്മാവൻ ഹരിയുടെ അരികിലേക്ക് എത്തി വിളിച്ചു, മോനെ, പൊന്നു മോനെ, നിനക്കിപ്പോ എങ്ങനെയുണ്ടടാ? ഇതൊക്കെ അമ്മാവൻ കൂടിയാണല്ലോ മോനെ നിർബന്ധിച്ചത്, മോനൊന്ന് പറഞ്ഞതല്ലേ ഇത് നിൽക്കുന്നില്ല എന്ന്, എന്നിട്ടും എന്റെ നിർബന്ധത്തിനല്ലടാ മോനെ നീ ഇങ്ങനെ ഇതിനെ സമ്മതിച്ചത്, സത്യത്തിൽ ഞാനായിട്ട് നിന്റെ തലയിൽ ഓരോ ഭാരങ്ങൾ വെച്ച് തരിക അല്ലെ എന്ന് ചോദിച്ച് തന്റെ ഭാഗത്താണ് തെറ്റ് സംഭവിച്ചതെന്ന നിരാശയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അമ്മാവൻ അങ്ങനെ ഇരിക്കുമ്പോ ഹരി പറഞ്ഞു, അമ്മാവൻ എന്തൊക്കെയാ പറയുന്നത്, അമ്മാവൻ അങ്ങനെ സങ്കടപ്പെടുകയൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഹരി അമ്മാവനെ സമാധാനപ്പെടുത്തി. അപ്പോഴേക്കും ഹരി വേഗം ചുറ്റുപാട് നോക്കുന്നത് കണ്ടതോടെ അമ്മാവൻ ചോദിച്ചു, മോനെ, നീ ഇതാരെയാ നോക്കുന്നത്? അല്ല വീണ എന്ന് ചോദിച്ചപ്പോ, അവൾക്ക് ഇതിനൊന്നും വയ്യടാ, അവള് ഇതിനൊന്നും ഇവിടെ കാത്തു നിന്നില്ല, അവൾക്ക് ഉടനെ തന്നെ വീട്ടിൽ പോണെന്ന് പറഞ്ഞു, അവള് നിന്റെ വിവരം അറിയാനൊന്നും കാത്തു നിന്നില്ല, അതിനു മുൻപ് തന്നെ അവള് പോയി, പോകുന്നവരൊക്കെ പോയിക്കോട്ടേടാ, പക്ഷെ ഈ അമ്മാവന്റെ ഈ ജീവൻ ഇല്ലാതാകുന്നത് വരെ, ഈ ശ്വാസം നിലയ്ക്കുന്നത് വരെ അമ്മാവൻ എന്റെ പൊന്നു മോന്റെ കൂടെ ഉണ്ടാകൂടാ, അമ്മാവൻ എങ്ങും എന്റെ മോനെ ഇട്ടിട്ട് പോവില്ല കേട്ടോ, എന്നും ഈ അമ്മാവൻ കൂടെ കാണും എന്ന് പറഞ്ഞ് ഹരിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് രാമകൃഷ്ണൻ അരികിലിരിക്കുമ്പോ അമ്മാവൻ വിഷമിക്കേണ്ട എന്ന് ഹരി സമാധാനപ്പെടുത്തി. അപ്പോഴേക്കും അമ്മാവൻ പറഞ്ഞു, മോനെ, നീ ഒന്നും ആലോചിക്കേണ്ടടാ, എന്റെ പൊന്നുമോൻ കിടന്ന് ഉറങ്ങിക്കോ, മയങ്ങിക്കോ എന്ന് പറഞ്ഞ് സമാധാനത്തോടെ മോൻ ഉറങ്ങിക്കോളാനായി പറയുന്നു. അങ്ങനെ അമ്മാവൻ ഹരിയുടെ കൈകൾ തലോടി കൊടുത്തുകൊണ്ട് ഹരിയോട് ഉറങ്ങിക്കോളാനായി അറിയിച്ചു. ഹരി അമ്മാവന്റെ ആ തലോടിൽ പതുക്കെ കണ്ണ് അടച്ചങ്ങനെ കിടക്കുമ്പോ അവിടെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിന്റെ PRO അവിടെ വന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. എല്ലാവരും എന്താ സംഭവിച്ചതെന്ന് പരസ്പരം ചോദിച്ചു. എന്തായാലും ഈ ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഉള്ളവരെ ആരെയും തന്നെ പുറത്തു പോകാൻ അനുവദിക്കരുതെന്നും ഒരാളെ പോലും ഗേറ്റിന് വെളിയിലേക്ക് വിടരുത് എന്ന് PRO എല്ലാവരോടുമായി അറിയിച്ചു. അപ്പോഴേക്കും ഹോസ്പിറ്റലിന്റെ ഗേറ്റ് എല്ലാം അടച്ച് അവിടെ വന്ന ആ പേഷ്യൻസിനെ എല്ലാം ഹോസ്പിറ്റലിനുള്ളിൽ തന്നെ ആക്കുകയാണ് അവിടെയുള്ള സെക്യൂരിറ്റികളൊക്കെ. എന്താ ഹോസ്പിറ്റലിൽ സംഭവിക്കുന്നതെന്നറിയാതെ ആകെ ടെൻഷനിലായി സുജാതയും മറ്റുള്ളവരും. അപ്പോഴേക്കും ഉടനെ സുജാത പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് രഘുവിനോട് ചോദിച്ചു, അല്ല എന്താ രഘുവേട്ടാ ഇവിടെ പ്രശ്നം? ഞങ്ങൾ അവിടെ OP-യിൽ ഇരിക്കുമ്പോ ഡോക്ടർ പെട്ടെന്ന് ഒരു കോള് വന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി പോയതാണ്, ഇപ്പോ എന്താ രഘുവേട്ടാ സംഭവിച്ചത്? ആകെ ഒരു വല്ലാത്തൊരു ബഹളം ഇവിടെ, എന്താ കാര്യം എന്നൊന്നും അറിയത്തില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ രഘു പറഞ്ഞു, അതെ ഞാനൊന്ന് പോയി നോക്കട്ടെ സുജാതെ, എന്താ സംഭവം എന്ന് അറിയട്ടെ എന്ന് പറഞ്ഞപ്പോ ജീവൻ പറഞ്ഞു, എന്തിനാച്ച ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ പോകുന്നത്? അതെ, ഇപ്പൊ നിത്യയും ജ്യോതിയും അമ്മയൊക്കെ നമ്മുടെ കൂടെയില്ലേ, വെറുതെ ഒരു ബഹളത്തിനിടെ പോകണ്ടല്ലോ, നമുക്ക് വേഗം വീട്ടിൽ പോകാച്ച എന്ന് വേഗം അവരെ ആരെയും ബുദ്ധിമുട്ടിക്കണ്ട എന്നുള്ള രീതിയിൽ ജീവൻ മറുപടി പറയുമ്പോ സുജാത മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു, അതെന്താടാ നീ അങ്ങനെ പറയുന്നത്? ഞങ്ങളെ ആരെങ്കിലും ഉപദ്രവിക്കുന്നതാണോ നിന്റെ പേര്? അതൊന്നും വേണ്ട, ഞങ്ങളെ ആരും ഉപദ്രവിക്കാനൊന്നും പോകുന്നില്ല, എന്തായാലും എന്താ പ്രശ്നമെന്നൊന്ന് അന്വേഷിക്കുക രഘുവേട്ടാ, ഇവിടെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മള് പ്രശ്നം എന്താണെന്ന് അറിയാതെ ഇവിടെ നിന്ന് പോകുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞപ്പോ രഘു പറഞ്ഞു, അതെ, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ അതിൽ നിന്ന് ഒളിച്ചോടുകയല്ലോ, അതിന്റെ കാരണം എന്താണെന്നല്ലേ അറിയേണ്ടത്, ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് രഘു വേഗം വാതുക്കലേക്ക് പോകുന്നു. ഈ സമയത്ത് അവിടെ ഹോസ്പിറ്റലിൽ വന്ന ആരെയും തന്നെ പുറത്തു വിടില്ല എന്ന് പറഞ്ഞ് സെക്യൂരിറ്റി നിർബന്ധം പിടിക്കുമ്പോ രഘു അരികിലേക്ക് എത്തി. എന്താ ഞങ്ങൾക്ക് പോയാലേ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും രഘു പറഞ്ഞു, അത് നിങ്ങളോട് പോകാൻ പറ്റില്ലെന്നല്ലേ ഞങ്ങൾ പറഞ്ഞത്, ഇവിടെ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞപ്പോ എന്താ കാര്യം ഞങ്ങൾക്കറിയണം, നിങ്ങൾ പറയുന്നതൊക്കെ സമ്മതിക്കാം, ഞങ്ങൾ പുറത്തു പോകുന്നില്ല, പക്ഷെ എന്തിന് ഞങ്ങളെ ഇവിടെ പിടിച്ചു നിർത്തുന്നു അത് ഞങ്ങൾക്കറിയണല്ലോ, ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് അറിയാതെ ഞങ്ങളോട് പുറത്തു പോകാൻ പാടില്ലെന്ന് നിങ്ങൾ എന്തിനാ നിർബന്ധം പിടിക്കുന്നത് എന്ന് ദേഷ്യത്തോടെ രഘു ചോദിക്കുന്നു. അപ്പോഴേക്കും അവിടുത്തെ PRO എത്തിയിട്ട് പറഞ്ഞു, അതെ ഞാൻ ഈ ഹോസ്പിറ്റലിന്റെ PRO ആണ്, ഇവിടെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്, ഡോക്ടർ ദേവദാസ് സാറിനെ ആരോ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വിളിച്ചു വരുത്തി അവിടെ വെച്ച്
ഡോക്ടറെ കുത്തിയിരിക്കുന്നു. അത് ആരാണെന്ന് അറിയണം. അതിനുവേണ്ടിയാണ് ഇപ്പോ ഇവിടെയുള്ള ആരെയും പുറത്തിറക്കാത്തത്. അല്പസമയത്തിനുള്ളിൽ ഇവിടേക്ക് പോലീസ് എത്തും. അത് കേട്ടതും ഉടനെ അവിടേക്ക് എത്തിയ സുജാതയും നിത്യയും ആ വാക്കുകൾ കേട്ട് ഞെട്ടി. ഉടനെ തന്നെ സുജാത ചോദിച്ചു, അല്ല സാറ് ഞങ്ങളെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണല്ലോ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ OT-യിലേക്ക് പോവാന്ന് പറഞ്ഞ് സാറ് പോയതും ഞങ്ങളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞതും. എന്നിട്ട് ഇത്ര പെട്ടെന്ന് സാറിന് ഇങ്ങനെ ആക്സിഡന്റ് സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോ PRO പറഞ്ഞു, അതെ എന്താന്നറിയില്ല, ഇവിടെ വന്ന ആരോ ഒരാളാണ് സാറിനെ അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരാണെന്ന് ഉടനെ കണ്ടെത്തണം. അതിന് ഇപ്പോൾ തന്നെ പോലീസ് ഇവിടേക്ക് എത്തും. പോലീസ് വന്ന് എൻക്വയറി നടത്താതെ ഇവിടുന്ന് ആരെയും പോകാൻ അനുവദിക്കില്ല. അതുകൊണ്ട് ഈ ഹോസ്പിറ്റലിന്റെ ഇവിടെ വന്ന ആരോ ഒരാളാണ് ഡോക്ടറെ ആക്രമിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടുന്ന് ആരും പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞത്. തൽക്കാലം ഇവിടുന്ന് ആർക്കും പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് സെക്യൂരിറ്റിയും PROയും അവിടെയുള്ള ആളുകളെ പിടിച്ചു നിർത്തുമ്പോൾ ജീവൻ ആ വാക്കുകൾ കേട്ട് വല്ലാതെ ഞെട്ടുന്നു. അപ്പോഴേക്കും പോലീസ് സംഘം അവിടേക്ക് എത്തിക്കഴിഞ്ഞു. PRO പോലീസ് സംഘവുമായി അവിടേക്ക് വരുന്ന നിമിഷം ജീവൻ വല്ലാത്ത ടെൻഷനിലാവുന്നു. പോലീസ് അന്വേഷണം ഉണ്ടാകുമെന്നറിയാതെ ആകെ ഭയന്ന് നിൽക്കുന്ന ജീവൻ തൽക്കാലം താൻ ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്തതിന്റെ പേരിൽ താൻ പിടിക്കപ്പെടുമോ എന്നൊരാശങ്ക ജീവനെ വല്ലാതെ അലട്ടുകയും ഇതിൽ നിന്ന് എങ്ങനെ തലയൂരുന്നതിനെ കുറിച്ച് ജീവൻ തലപുകഞ്ഞ് ആലോചിക്കണം.